നമസ്കാരം. ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. ആദ്യം നമ്മളെടുക്കുന്ന വെജിറ്റബിൾസ് ബേബി കോൺ എടുക്കുന്നുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ആക്ച്വലി. സോ നമ്മൾ ബേബി കോൺ, ഗാർലിക്, ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഒരു മേജർ കമ്പണൻ്റ് ആണ്. പിന്നെ ബീൻസും സവാളയാണ് എടുക്കുന്നത്. സ്പ്രിംഗ് ഓണിയൻ എന്തായാലും എടുക്കാൻ നോക്കുക. ആൻഡ് ഒരുപാട് ഗാർലിക് അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ 1 കപ്പ് ബസ്മതി അരിക്ക്, സോക്ക് ചെയ്ത ബസ്മതി അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളൊരു കണക്കിൽ അരി വേവിച്ചെടുക്കാം. അപ്പോൾ അരി വേവിച്ചെടുക്കുമ്പോൾ ഒരു നുള്ള് ഓയിൽ, വെജിറ്റബിൾ ഓയിലും അതിനകത്ത് ആഡ് ചെയ്യുവാണെങ്കിൽ അരി തമ്മിൽ സ്റ്റിക്ക് ചെയ്യാതിരിക്കും. അപ്പോൾ അത് അടച്ച് വെച്ച് വേവിക്കുക. ഞാൻ പറഞ്ഞല്ലോ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളൊരു കണക്ക്. എന്നിട്ട് അതൊരു 70-80% വെന്ത് കഴിയുമ്പം അത് നമ്മൾ എടുത്ത് ഡ്രെയിൻ ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് സെയിം പാൻ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ വെജിറ്റബിൾ ഓയിൽ ആവശ്യത്തിന് ആഡ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബട്ടർ. ഇത് ആക്ച്വലി ഞാൻ പേർലി മാണിയുടെ ഒരു റെസിപ്പിയിൽ നിന്ന് പഠിച്ചതാണ്. ബട്ടർ ആഡ് ചെയ്യുന്നത് ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു സ്റ്റിക്ക് ഓഫ് ബട്ടർ, നമുക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ എമൗണ്ട് അനുസരിച്ച് ഇത്തിരി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ബട്ടർ മെൽറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തേക്കും കുറച്ച് വേഗം തന്നെ നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്ത് കിട്ടും. ഇപ്പോൾ അത് കണ്ടോ, നമ്മുടെ ബട്ടറും ഓയിലും കൂടെ മെൽറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മുടെ ചോപ്ഡ് ഗാർലിക്സ്, വെളുത്തുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. എത്രയും വെളുത്തുള്ളി ഉണ്ടോ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് അത്രയും എൻഹാൻസ്ഡ് ആവും. അപ്പം നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നല്ലോണം വഴറ്റിയെടുക്കുക. ഒരു ലോ ടു മീഡിയമിനകത്ത് വെച്ച് വഴറ്റിയെടുക്കുക. ഒരുപാട് ഹൈയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വെളുത്തുള്ളി വഴറ്റിയെടുക്കുക. അപ്പം ആ വഴണ്ട് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് വരും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം ആയിന്ന്. അത് കഴിഞ്ഞിട്ട് ചോപ്ഡ് ഗ്രീൻ ചില്ലീസ്, എനിക്ക് എരിവ് അധികം വേണ്ടാത്ത ഒരാളായത് കാരണം ഞാനൊരു കുഞ്ഞു പച്ചമുളകാണ് കുരുകുരാന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. നല്ലോണം എരിവ് വേണ്ടവർ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ നമ്പേഴ്സ് കൂട്ടുക. ഞാൻ ഒട്ടും തന്നെ എരിവ് കഴിക്കുന്ന ഒരാളല്ല, അതുകൊണ്ടാണ് ഇത്രയും കുറവ്. പിന്നെ അത് കഴിഞ്ഞ് ബീൻസ്, എനിക്കപ്പോൾ കുറച്ച് ബീൻസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ബീൻസ് എന്തോരം വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. അപ്പം പെട്ടെന്ന്, അതായത് ഒരുപാട് ടൈം എടുക്കുന്ന വെജിറ്റബിൾസ് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ബീൻസ്, ക്യാരറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറച്ച് ടൈം എടുക്കൂലേ വഴണ്ട് വരാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. സവോളയൊക്കെ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ എളുപ്പമുള്ള വെജിറ്റബിൾസാണ്. അപ്പോൾ അതിനെ നമ്മൾ സെക്കൻഡ് ട്രിപ്പ് ആഡ് ചെയ്യുക. അപ്പം അത് ഞാൻ ബീൻസ് എടുത്തു. ബീൻസ് ഞാൻ നല്ലോണം വഴറ്റി. അത് കഴിഞ്ഞ് ഞാൻ ക്യാരറ്റ് ആഡ് ചെയ്യുവാണ്. കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്ത ക്യാരറ്റ്സ്, അതും ഈ ബീൻസിൻ്റെയും ഇതിൻ്റെയും കൂടെ ഇട്ട്, ഗാർലിക്കിൻ്റെയും കൂടെ ഇട്ട് വഴറ്റിയെടുക്കുക. നല്ലോണം വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ബേബി കോൺ ആണ് നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വലി ബേബി കോൺ എനിക്ക് തോന്നുന്നു ആദ്യമേ ആഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേനെ. ബട്ട് എനിവേസ് ബേബി കോൺ ആണ് ഞാൻ നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ഇടുക. നമ്മൾ ആക്ച്വലി വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത അങ്ങനത്തെ ഒരു ആൾക്കാരാണെങ്കിൽ നമുക്ക് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്രയും വെജിറ്റബിൾസ് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമോ അത്രയും നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണല്ലോ. അപ്പോൾ എത്രയും വെജിറ്റബിൾസ് ഉള്ളിലേക്ക് കയറ്റാനുള്ള ഏറ്റവും നല്ല റെസിപ്പികളിൽ ഒരെണ്ണമാണ് ഫ്രൈഡ് റൈസ്. പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ ഇപ്പോഴത്തെ വിഷമുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പം ഇത് ക്യാപ്സിക്കമാണ് നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന പോലെ വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ട് വിനീഗറിൽ കുറച്ച് നേരം അത് ഇട്ട് വെക്കുക. അപ്പോൾ അതിനകത്ത് വിഷമൊക്കെ പോയി കിട്ടും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ചോപ്പ് ചെയ്തെടുക്കുക. അതെല്ലാം കൂടെ ആഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ സവാള ആഡ് ചെയ്യുന്നത്. ബിക്കോസ് സവാള പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ ചോപ്പ് ചെയ്ത സവാള ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഭയങ്കരമായിട്ട് അങ്ങ് വഴഞ്ഞ് പോവാതെയും കൂടെ നോക്കണേ. കാരണം ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറച്ച് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴാണ് ആ റൈസിൻ്റെ കൂടെ വെജിറ്റബിൾസ്. അതുകൊണ്ട് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോവാതെ നോക്കുക. ബട്ട് എന്നാലും ആവശ്യത്തിന് വേവണം. എന്നിട്ട് അതിൻ്റെ കൂടെ ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ പോയിന്റിലാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. ബിക്കോസ് അതുവരെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ ബാക്കി എല്ലാ വെജിറ്റബിൾസും പെട്ടെന്ന് വഴഞ്ഞു പോവും.
അപ്പോൾ സവോളയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞ് ഇതും ആക്ച്വലി പേളി ചേച്ചിയുടെ ഫ്രൈഡ് റൈസ് വ്ളോഗിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു കുഞ്ഞെന്നുള്ള ആഡ് ചെയ്യാൻ, അതൊരു സമാധാനത്തിന് വേണ്ടി. അത് ശരിയാണ്, നമ്മളും ഇപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും ചേർക്കുന്ന തന്നെ അത് ആഡ് ചെയ്ത് വരുമ്പോൾ ഒരു സമാധാനം, ആ ഒരു സേക്ക് ഓഫ് ദാറ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തിരി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മളിത് കുരുമുളക് പൊടിയാണ്, ബ്ലാക്ക് പെപ്പർ, അത് നല്ല രീതിയിൽ തന്നെ, അതായത് നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് അധികം ഇട്ടേക്കുന്നവരാണെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി കുറയ്ക്കുക. ഞാൻ കുരുമുളകാണല്ലോ വയറിനെ കൂടുതൽ നല്ലതെന്നുള്ള കാര്യത്തിലും, പിന്നെ എനിക്കധികം എരിവ് വേണ്ടാത്ത പേഴ്സണാണ് ഞാൻ, അതുകൊണ്ട് അധികം ആഡ് ചെയ്യാറില്ല. പക്ഷെ എന്നാലും ഞാൻ കൂടുതലും മറ്റ് മുളക് പൊടിയിൽ നിന്നും പച്ചമുളകിൽ നിന്നും ഒക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും കുരുമുളക് തന്നെയാണ്. സോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇച്ചിരി വിനീഗർ, അത് ആ ഒരു പുളിയും ആ ഒരു ചൈനീസ് റെസിപ്പികളുടെ മെയിൻ സാധനങ്ങളിൽ ഒരെണ്ണമാണല്ലോ വിനീഗർ. വൈറ്റ് വിനീഗർ, സോയ സോസ്, ഇത് രണ്ടും ചൈനീസ് റെസിപ്പികളുടെ മെയിൻ ഐറ്റംസാണ്. അപ്പോൾ നമ്മൾ അത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഇച്ചിരി വൈറ്റ് വിനീഗർ ആഡ് ചെയ്ത് കൊടുത്തു. ഒരുപാടായി പോവാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നും പറയാൻ എനിക്കില്ല, എല്ലാം ഒരു കൈപ്പാകമാണ്. അപ്പം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് കുറഞ്ഞു പോയാൽ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ കൂടി പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യമേ തന്നെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. വിനീഗറിൻ്റെ കേസ് പോലെ തന്നെയാണ് സോയാ സോസിൻ്റെ കേസും. ആദ്യമേ തന്നെ ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും, അതുമാത്രമല്ല വയറിനും അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് റൈസൊക്കെ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് ടേസ്റ്റ് നോക്കുമ്പം ഇനിയും വേണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. എപ്പോഴും സ്റ്റാർട്ട് സ്മോൾ ആൻഡ് ബിൽഡ് അപ്പ് ഓൺ ദാറ്റ് എന്നാണല്ലോ. അപ്പോൾ ഞാൻ സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്ത് നല്ലോണം വഴറ്റുക. നല്ലോണം അത് ആ വിനീഗറും സോയ സോസും നമ്മുടെ വെജിറ്റബിൾസിലേക്ക് അങ്ങ് പിടിക്കണം. അപ്പം എഗ് ഫ്രൈഡ് റൈസ് ആണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്ത് എഗ്സ് അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് ആ വെജിറ്റബിൾസിൻ്റെ കൂടെ അതും കൂടെ ഇട്ടങ്ങ് വഴറ്റുക. ഈ പോയിന്റ്, അതായത് ഞാൻ യൂഷ്വലി ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആഡ് ചെയ്യും. അപ്പം ആ ഒരു ഇതൊക്കെ പിടിച്ചിരിക്കും അതിനകത്തോട്ട് നല്ലോണം വെജിറ്റബിൾസിലൊക്കെ. കാരണം സോസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എല്ലാത്തിനും ഒരു മധുരം. അപ്പോൾ അതിന് മുന്നേ ആ എഗ്ഗിൻ്റെ എസൻസ് വെജിറ്റബിൾസ് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ ആഡ് ചെയ്യും എഗ് ഫ്രൈഡ് റൈസ് ആണെങ്കിൽ. അല്ലെങ്കിൽ ഇതും ഞാനൊരു ഇച്ചിരി മധുരത്തിന് വേണ്ടിയിട്ട് ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്തേക്കുന്നത്. അത് ഓപ്ഷണലാണ്, മിക്കവരും ആഡ് ചെയ്യാറില്ല, ബിക്കോസ് നമ്മൾ ഫ്രൈഡ് റൈസ് സോസിൻ്റെ കൂടെ ആണല്ലോ കഴിക്കുക. പക്ഷെ ഞാൻ ആദ്യമേ തന്നെ ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ നല്ലോണം വഴറ്റത് കണ്ടോ, നമ്മൾ എന്തോരം വെജിറ്റബിൾസ് എടുത്തതാണ് ശരിക്കും, പക്ഷെ എല്ലാം കൂടെ വഴഞ്ഞ് വന്നപ്പോഴത്തേക്കും വളരെ കുറച്ചായിട്ട് തോന്നണില്ലേ. എന്നിട്ട് അപ്പം അതിനകത്തേക്ക് നമ്മളുടെ പ്രീ കുക്ക് ചെയ്ത റൈസ് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പം അരി ഭയങ്കരമായിട്ട് വെന്ത് പോവാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം. ഒരു 85% വെന്താൽ മതി. ഈ പെർസെൻറ്റേജ് ഒന്നും നോക്കണ്ട, കയ്യിൽ പിടിക്കുമ്പോൾ ഒന്നും ഉടയണം, എന്നാൽ കുഴഞ്ഞ് പോവുകയും ചെയ്യരുത്. ആ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്നിട്ട് ആണ് അരി നിർത്തേണ്ടത്. ഇത് ആ റൈസ് നമ്മളതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. എല്ലാ സൈഡിൽ നിന്ന് ഇളക്കിയെടുക്കാൻ നോക്കുക. ഈ പോയിന്റിലാണ് നമ്മൾ പുളിയൊക്കെ മതിയോ എന്ന് നോക്കിയിട്ട് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, എനിക്ക് ഓക്കെ ആണ്. ഞാൻ ഹസ്ബൻഡും കുറച്ച് കൊടുത്ത് നോക്കി, പുള്ളിക്കും ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ സ്പ്രിങ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക ഫ്രൈഡ് റൈസിലേക്ക്. ഫ്രൈഡ് റൈസിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സ്പ്രിങ് ഓണിയൻ. ഇല്ലെന്ന് വിചാരിച്ചപ്പം വിഷമിക്കാനൊന്നുമില്ല, പ്രത്യേകിച്ച് അതിൻ്റെ അപ്പം നമ്മളുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്.